വന്നു എന്നോട് ഇതാക്കി ഞങ്ങൾ വിഷ് ചെയ്ത് മുകളിലേക്ക് കയറിപ്പോയി. അത് കഴിഞ്ഞ് അവൻ കുറച്ച് പിള്ളേരെ വിളിച്ച് വരുത്തി, അവൻ്റെ ഒരു 10-20 ആളെ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി വന്ന് നേരെ എൻ്റെ മെക്കെട്ട് കയറി കടന്നു പോകാൻ പറഞ്ഞ് എന്നെ കഴുത്തിൽ പിടിച്ച് തള്ളലും തിക്കും തിരക്കും ബഹളമായി. ഒരു 15 മിനിറ്റ് എന്നെ ഉന്തി തള്ളി ആ പോർച്ചിനെ പുറത്തേക്ക് ആക്കി. ഞാൻ വീണ്ടും ഞാൻ കയറി, അങ്ങനെ വീണ്ടും വാക്ക് തർക്കായി ബഹളായി. പിന്നെ അപ്പോഴേക്കും അവനെ നശിപ്പിക്കുന്നത് ഞാനാണെന്ന്, ജോസിനെ നശിപ്പിക്കുന്നത് ഞാനാണെന്ന്. എനിക്കെന്താ പങ്ക് അവൻ്റെ പ്രവൃത്തി കൊണ്ട് ഉണ്ടാവണ ഇതുകൊണ്ട്? ഇനി ഞാനൊരു DCC ഭാരവാഹിയൊക്കെ, ഞാൻ DCC ഓഫീസിൽ വെച്ചിട്ടത് ഉണ്ടായി നോക്കുന്നത്. നിങ്ങളിതിന് ലീഡേഴ്സ് എന്ന നിലയ്ക്ക്, സീനിയേഴ്സ് എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളോട് എൻ്റെ പരാതി പറയാം. ഞാൻ ഇവിടെ ഇരിക്കുക ഇപ്പോൾ. അവൻ എന്നെ തല്ലി കൊല്ലട്ടെ. എന്താ അത് നിങ്ങൾ തീരുമാനിച്ച. ഞാൻ എന്താണ് സംഭവിച്ചതെന്ന് പറയൂ. എന്നെ തള്ളി, ഇവിടെ പിടിച്ച് തള്ളി, അത്രേ ഉള്ളൂ. ഇവിടെ വെച്ചിട്ട് അവരെ ഒരു മിനിറ്റ്. ഹലോ, ഞാൻ DC ഓഫീസിൽ ഇരിക്കുക. ഒന്ന് എന്നെ പിടിച്ച് തള്ളി ഇതായി എന്നോട് കടന്നു പോകാൻ പറയലും ആകെ ബഹളാക്കി. ജോസ് അടക്കം, ജോസിൻ്റെ അവനടക്കം അവൻ വന്ന റൂമിൽ നിന്ന് ഇറങ്ങി വന്നിട്ടത് ചെയ്തത്. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് മുന്നേ. അതന്നെ പറയുന്നത്. ഞാനൊരു DC സെക്രട്ടറി അല്ലേ. ഇല്ല, ഞാൻ ഇവിടെ കുത്തിയിരിക്കുക. നിങ്ങളിങ്ങോട്ട് പോയോ? അല്ല, ഇവിടെ കുറെ ഇതുണ്ട്, നിങ്ങൾ മുകളിൽ പോയാൽ കാണാം. ഇവിടെ സ്ഥിരം നാടകവേദി. അത് സംഭവിക്കും. ഞങ്ങൾ DC പ്രസിഡന്റ് കയറി പോകുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ നിൽക്കണ്ടെന്ന് ഒന്നും പറഞ്ഞില്ല, വിചാരിച്ച് വെച്ച് പോയി. പിന്നെ അത് കഴിഞ്ഞ് കുറേ പിള്ളേരെ വിളിച്ചു കൂട്ടി നേരെ വന്ന് ഇവിടെ ആദ്യം ഇവൻ്റെ മെക്കെട്ട് കയറി കടന്നു പോകാൻ പറഞ്ഞിട്ട്. അപ്പം ഞാനവിടെ പോയിട്ടു അന്യം പിടിച്ച് തല്ലി. അതിൻ്റെ കൂടെ കുറേ ക്രിമിനൽസ് ഉണ്ട്, അവരാണിത് ചെയ്തത്. ഇതിപ്പോൾ അവരൊക്കെ മുകളിലുണ്ട്. അല്ല, ഞാൻ പറയാം, ഞാൻ ലീഡേഴ്സായിട്ടൊന്ന് ബന്ധപ്പെട്ടെ. ഞാനൊരു ഭാരവാഹിയാണ്, എനിക്ക് വിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങളെ ഇങ്ങനെ DC പ്രസിഡന്റ് ഇവിടെ കടന്ന് പുറത്ത് പോകാൻ പറഞ്ഞു. എല്ലാവരും ഒരാളിവിടെ നിൽക്കണ്ട, സജീവേട്ടനെ പിടിച്ച് ഷോൾഡറിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പുറത്തോട്ട് പോയി. കാരണം പറഞ്ഞാൽ ഇവിടെ പോസ്റ്റ് ഓട്ടിക്കുന്നത് സജീവൻ കുരേശ്വരാണ്, അങ്ങനെ പറഞ്ഞിട്ടാണ്. പിന്നെ കുറച്ച് വേറെ ആൾക്കാരും. അതെ. അല്ല, ഞങ്ങളെ ഇവിടെ ക്യാമറയുണ്ട്. ഇവിടെ 3 ക്യാമറയും വർക്കിംഗ് ആണ്. അപ്പോൾ അതെ.